ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്ട്രീം ഡെസ്ക് മേക്ക് ഓവർ ആയിട്ടാണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾ എഡീഷനാണ്. അപ്പോൾ അതാ ബാക്ക് ടു സ്കൂളായിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആവാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡെസ്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പഠിക്കുന്ന ഏരിയയിൽ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ ഡെസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കുക അവിടെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് എന്തെങ്കിലും മേക്ക് ഓവറൊക്കെ ചെയ്ത് അധികമായിട്ടൊന്നും വേണ്ട, മിനിമലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ആ ഒരു സ്പേസ് ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഡെസ്ക് മേക്ക് ഓവറിൽ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്ന വാൾ ഗ്രിഡിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റി കുറച്ച് മിനിമലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പോളറോയിഡ്സ് ഞാൻ തന്നെ വരച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഞാൻ ഉണ്ടാക്കിയ പിക്സൽ ആർട്സൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ കുറച്ച് ഹൈയസ്റ്റ് മാർക്കുകളൊക്കെ അതിൽ ലവ് ഷേപ്പിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് അതിലൊരു കോട്ട്സും എഴുതി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മേക്ക് ഓവർ എന്ന് വെച്ചാൽ താഴെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് പുതിയ ഓർഗനൈസറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു വലിയ ഓർഗനൈസർ എടുത്ത് അതിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം ആ ഷെൽഫിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് അറേഞ്ച് ചെയ്ത് തിരിച്ച് ഉള്ളിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ബുക്സും അതിൻ്റെ ഉള്ളിൽ ഞാൻ അറേഞ്ച് ചെയ്ത് മര്യാദക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഓർഗനൈസറും ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബുക്കൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു പെൻ ഹോൾഡറാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിലോട്ട് പെന്നൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഓർഗനൈസർ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോർമൽ പേനയും സ്കെച്ചും പിന്നെ കുറച്ച് ക്യൂട്ട് പേനയും ഹൈലൈറ്ററും പശയും സ്റ്റിക്കി നോട്ട്സും കുഞ്ഞ് ഒരു നോട്ട്ബുക്കും ഞാൻ ബാക്ക് ടു സ്കൂളിൽ ക്രാഫ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ നോട്ട്ബുക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ബാക്ക് ടു സ്കൂൾ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഈ ഡെസ്ക് ഓർഗനൈസറിൽ കുറച്ച് സെല്ലോ ടേപ്പും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിൽ വെച്ചതിന് ശേഷം ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ ഡെസ്കിൽ ഓരോ ഓർഗനൈസേഴ്സും അറേഞ്ച് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ ആ ഒരു ബിഗ് ഓർഗനൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാനർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കലണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. ജൂൺ മന്തിലാണ് വെച്ചേക്കുന്നത്. ബാക്ക് ടു സ്കൂൾ ഡെസ്ക് മേക്ക് ഓവർ ആയതുകൊണ്ടാണ് കേട്ടോ അത് വെച്ചത്. എന്നിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ആ ഡെസ്ക് ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. പിന്നെ എലിക് റോബോട്ടിൻ്റെ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയത് അതും വെച്ചിട്ടുണ്ട്. പിന്നെ പെൻ ഹോൾഡറും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസും കൂടി വെച്ചാൽ ഡെസ്ക് മേക്ക് ഓവർ കഴിയാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ഷെൽഫും കൂടി മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ജൂൺ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ എക്സ്ട്രീം ഡെസ്ക് മേക്ക് ഓവർ ബാക്ക് ടു സ്കൂൾ എഡീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.